ഹായ് ടെക്കാനഗ്രി ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇത് എങ്ങനെ അഴിച്ചിട്ട് ഇതിനുള്ളിലെ പീനിയനും ഗിയർ സെറ്റും ഗിയറും എങ്ങനെ അഴിച്ചെടുത്ത് രണ്ടാമത് സെറ്റ് ചെയ്യുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ഇതാണ് നമ്മൾ ഗിയർ സെറ്റിൽ ആകെ ഉണ്ടാകുന്നത് ഇതിനുള്ളിൽ ഇവിടെ ഈ ഭാഗത്തായിട്ട് നമ്മളെ പൈപ്പിനുള്ളിൽ നിന്ന് നേരെ വരുന്ന റാഡ് പോകുന്ന പിനിയൻ്റെ ഭാഗം, പിന്നെ ഇതിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് അതിൻ്റെ ഗിയർ നിൽക്കുന്നത്. ഗിയറിന് പിന്നെ നേരെ ഈ ഭാഗത്തേക്ക് നേരെ വരുന്നത് ഇതിൻ്റെ ഷാഫ്റ്റും വരുന്നുണ്ട്. ഈ ഷാഫ്റ്റിനും ഗിയറിനും ആണ് ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ് കാണുന്നത്. അതായത് നമ്മൾ കല്ലിലടിക്കുന്ന സമയത്തൊക്കെ പെട്ടെന്ന് ഇതിൽ പോകുന്നത് ഗിയറും ഷാഫ്റ്റിൻ്റെ ത്രെഡുമാണ് പെട്ടെന്ന് പോവുക, ആ ഗ്രിപ്പ് പോവും. അത് പോയി കഴിഞ്ഞാൽ എങ്ങനെ മാറ്റണം എന്നറിയാതെ വർക്ക് സൈറ്റിലാണെങ്കിലും അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ വിളിച്ചവരൊക്കെ പറയുന്നത് തന്നെയാണ്, ഇത് സ്റ്റെപ്പിനായിട്ട് ഇതിൻ്റെ സ്പെയർ കൊണ്ട് നടന്നാൽ അപ്പോൾ തന്നെ മാറ്റിക്കൂടെ എന്നൊക്കെ ചോദിച്ചു. മാറ്റാൻ പറ്റും, മാറ്റാനുള്ള ഒരു ഐഡിയ ആണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഐഡിയ എന്ന് വെച്ചാൽ ഇത് അഴിക്കല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല. അപ്പം അഴിച്ച് എങ്ങനെ ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ മുൻഭാഗം അഴിച്ചെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇൻപ്ലെയർ വെച്ചിട്ട് നമ്മൾ അഴിച്ചെടുക്കണം. അതായത് ഇങ്ങനെ ഇത് ഈ ഹോളിലേക്ക് നേരെ കയറ്റി വെച്ചതിന് ശേഷം നേരെ പ്രസ് ചെയ്തതിന് ശേഷം നേരെ വലിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതേപോലെ വലിച്ചെടുക്കാൻ കിട്ടും, ഈസി ആയിട്ട് തന്നെ ഇത് വലിച്ചെടുക്കാൻ കിട്ടും. നമുക്ക് ഈ ഷാഫ്റ്റ് വലിച്ച് ഊരിയെടുക്കണം. ഷാഫ്റ്റ് പിന്നെ ഇതിന് ആക്സിൽ എന്നും പറയാറുണ്ട്, പലരും പല രീതിയിലാണ് ഇതിൻ്റെ പേര് പറയുക. അപ്പോൾ ഇത് അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൂടുതലായിട്ട് ചെയ്യാനുള്ളത്, ചിലത് വർക്ക് ചെയ്ത് ചൂടായതാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് എടുക്കാൻ കിട്ടും. അതുപോലെ തന്നെ ഇതിനുള്ളിൽ ഗ്രീസ് കട്ട പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും ഇത് അഴിച്ചെടുക്കാനായിട്ട് നമുക്ക് കഴിയില്ല. അപ്പോൾ പെട്ടെന്ന് അഴിച്ചെടുക്കാൻ കിട്ടാത്ത ആളുകൾ ഇതൊന്ന് അടുപ്പിലിട്ട് ചൂടാക്കിയിട്ട് തന്നെ എടുക്കേണ്ടി വരും. നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് അഴിച്ചെടുക്കാൻ കിട്ടും. ചൂടില്ലാത്ത വശം ഇതേപോലെ എന്തെങ്കിലും ഇവിടെ നമ്മൾ ബ്ലേഡ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നെറ്റ് ഇവിടെ ഫിറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ അടിഭാഗത്തായിട്ട് ടൈറ്റ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഇത് വലിച്ച് എടുക്കാൻ പറ്റും. ഇത് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഞാനിത് എടുത്തിട്ടുള്ളത്. ഇതേപോലെ രണ്ടടി അടിച്ചപ്പോഴത്തേക്കും ഇത് പോന്നു. പക്ഷേ ഇത് ഞാൻ ചില സമയത്തൊക്കെ അഴിക്കുന്നതുകൊണ്ടാണ് ഇത്ര സിമ്പിളായിട്ട് പോകുന്നത്. ഇത്ര സിമ്പിളായിട്ടൊന്നും കിട്ടാത്തവരോടാണ് ഞാൻ പറഞ്ഞത് ഇത് ചൂടാക്കിയിട്ട് എടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞത്. ഉണ്ടോ, ഇതിൻ്റെ ആക്സിലിന് ഒരു പ്രശ്നമൊന്നും പറ്റിയിട്ടില്ല. അതേപോലെ തന്നെ ഇതിൻ്റെ ഗിയറിന്, അതേപോലെ തന്നെ ഇതിനുള്ള പിനിയനാണ് കൂടുതലായിട്ട് കംപ്ലൈൻറ്റ് വന്നിട്ടുള്ളത്. ചില സമയത്ത് ഇത് കല്ലിലടിച്ച് സംഭവിച്ചതല്ലാത്തതുകൊണ്ടാണ് പിനിയന് വന്നത്. പിനിയന് അതായത് നേരത്തെ ഞാൻ ആക്സിലും ഗിയറും മാത്രം മാറ്റി പിനിയൻ മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആക്സിൽ നമ്മൾ വലിച്ചൂരി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇനി ഉള്ളത് ഗിയറുണ്ട്, അതേപോലെ തന്നെ പിനിയൻ സെറ്റും ഉണ്ട്. അതേപോലെ ആ ബയറിങ്ങോട് കൂടിയാണ് ഇതിനുള്ളിലുണ്ടാവുക. എന്തെങ്കിലും സ്ക്രൂ ഡ്രൈവറോ മറ്റോ എന്തെങ്കിലും അത്ര തന്നെ മൂർച്ചയില്ലാത്ത കമ്പി കഷ്ണമൊക്കെ ഇതിനുള്ളിൽ കയറ്റിയിട്ടാണ് ഇത് അടിക്കേണ്ടത്. ഈ ഗ്രിപ്പിലൊന്നും ഡാമേജ് വരാതെ അഴിച്ചെടുക്കണം. അത് ഒരു പക്ഷേ ഈ ഭാഗം മാറ്റാനാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് ആ ഭാഗം പിനിയൻ്റെ ഭാഗം മാറ്റാനാണെങ്കിൽ നമ്മൾ അത്രയൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഈ ഭാഗം അഴിക്കുന്നത്. പക്ഷേ അതേപോലെ പിനിയന് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഗിയർ മാത്രമാണ് മാറ്റാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഇതിൻ്റെ ഉള്ളിലുള്ളതാണ് ഗിയർ, അത് മാറ്റാനാണെങ്കിൽ ഈ ഭാഗത്ത് അടിച്ചെടുക്കുന്ന സമയത്ത് നല്ലപോലെ ശ്രദ്ധിക്കണം. അപ്പം ഇനിയിപ്പം ഇത് കംപ്ലൈൻ്റ് ആയോ ഇല്ല എന്നുള്ളതല്ല, അപ്പോൾ ശ്രദ്ധിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് കാണേണ്ടത്. കറക്റ്റായിട്ട് ശ്രദ്ധിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് അഴിച്ചെടുക്കുന്ന സമയത്ത് ഇതേപോലെ ആയിരിക്കും. ഒരു കണ്ടോ, ഈ പിനിയൻ്റെ ഭാഗം ഇതിൻ്റെ ഈ പല്ലുകളൊക്കെ പോയിട്ടുണ്ട്. ഇതിൻ്റെ കംപ്ലൈൻറ്റ്, നല്ല കംപ്ലൈൻറ്റ് ഉണ്ട് ഇതിന്. അതേപോലെ തന്നെ നമ്മൾ ഈ ബയറിങ്ങിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ എന്നുള്ളത് അത് തിരിച്ച് നോക്കിയിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ ബയറിങ്ങിൽ കംപ്ലൈൻ്റ് ഒന്നും കാണാനില്ല. പക്ഷേ ഇതിൻ്റെ ത്രെഡുകളെല്ലാം പോയിട്ടുണ്ട്. ഇത് പോയതാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം. അതായത് കറങ്ങുന്ന സമയത്ത് കറക്റ്റ് അല്ലാതെ മെഷീൻ വർക്ക് ചെയ്യും, ഷാഫ്റ്റും കറങ്ങും, പക്ഷേ ബ്ലേഡോ ഡ്രം സെറ്റോ കറങ്ങാത്തൊരവസ്ഥ ഇതിങ്ങനെ ഈ പിനിയൻ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ ഉണ്ടാവും. പിന്നെ ഇതിനുള്ളിലുള്ളത് നമ്മളെ ഗിയർ മാത്രമാണ്. ഗിയർ പിന്നെ മുട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, വെറുതെ ഒന്ന് തട്ടിയാൽ തന്നെ അത് നേരെ പുറത്തേക്ക് വരും. അതിനുൾഭാഗത്തായിട്ട് നമ്മുടെ ഈ ഷാഫ്റ്റിൻ്റെ നേരെ ഒരറ്റം പോയി നിൽക്കുന്ന ഒരു ഭാഗത്തായിട്ട് അതിൻ്റെ ഒരു ബയറിങ് ഉണ്ടാവും. ഈ ബയറിങ്ങിന്
വളരെ റയറായിട്ടാണ് കംപ്ലയിൻറ്റ് കാണുന്നത്. ഈ ബെയറിങ്ങിന് കംപ്ലയിൻറ്റുകളൊന്നുമില്ല, നല്ലതാണ്. അപ്പോൾ ഇത് അഴിച്ചെടുത്തിട്ട് ഇതിനുള്ളിലുള്ളത് കറക്റ്റ് കാണാത്തതും കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം അഴിച്ചതാണിത്. അപ്പോൾ ഇത് കൂടി തിരിച്ച് ഫിറ്റ് ചെയ്യുന്നതും ഇതേപോലെ തന്നെയാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് നമ്മൾ ഗ്രീസ് ഇട്ട് കറക്റ്റ് ചെയ്തിട്ട് വേണം അതിനുള്ളിലേക്ക് ഫിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടും ഒരു വിളിച്ച് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇനി നേരെ ഇതിനുള്ളിലുള്ള ബയറിങ്ങിലേക്ക് പോകാനുള്ളത്. നമ്മുടെ ഉണ്ടോ ഈ ആക്സിലിൻ്റെ ഭാഗം നേരെ അതിനുള്ളിൽ കൂടി നേരെ ഉള്ളിലേക്ക് ഇടുക. അപ്പം ഒരറ്റം ആ ബയറിങ്ങിൻ്റെ ഉള്ളിലും കയറും, ഇവിടുത്തെ വയറിങ്ങും ഇതേപോലെ തന്നെയുണ്ട്. പിന്നീട് നമ്മൾ ആദ്യം ഇതിനുള്ളിലുള്ള ഗിയർ സെറ്റ് ഇട്ടു, പിന്നെ ആക്സിലിട്ടു. അതേപോലെ തന്നെ പിന്നെയാണ് ഈ പിനിയൻ്റെ ഭാഗം ഇതിനുള്ളിൽ കൂടി കറക്റ്റായിട്ട് അടിച്ച് കയറ്റി കൊടുക്കണം. ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുള്ളിൽ ഇത് കാണിച്ചു തന്നത് ഒരു സിമ്പിളായിട്ടാണെങ്കിൽ പോലും ഇത് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ, അതായത് ഗ്രീസ് ഇടാതെയോ അല്ലെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും ശരിക്കും ഇതിന് എല്ലാ ദിവസവും ഗ്രീസ് ഇടണം. ഒരു 8 മണിക്കൂർ 9 മണിക്കൂർ വെട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ഇതിൽ ഗ്രീസ് ഇട്ട് കൊടുക്കേണ്ട, നിർബന്ധമായിട്ടും ഗ്രീസ് ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. പക്ഷേ ഗ്രീസ് ഇട്ട് കൊടുക്കാതെയാണ് നമ്മളിതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ പറഞ്ഞ കംപ്ലയിൻറ്റ് കല്ലിൽ അടിക്കാതെ തന്നെ വരും. ഈ ഭാഗത്ത് കൂടെയാണ് ഇതിന് ഗ്രീസ് ഇടേണ്ടത്. ഒരു 10 മില്ലിയോ 20 മില്ലിയോ സിറിഞ്ച് എടുത്തിട്ട് അതിനുള്ളിലേക്ക് ഫില്ല് ചെയ്തിട്ട് കുത്തി ഉള്ളിലേക്ക് അടിച്ച് നിറച്ച് കഴിഞ്ഞാൽ ഇതിന് ഉൾഭാഗത്തേക്ക് നമ്മൾ ഈ ഭാഗമൊന്നും അഴിക്കാതെ തന്നെ ഉള്ളിലേക്ക് കയറ്റാൻ പറ്റും. അങ്ങനെ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. പക്ഷേ പലപ്പോഴായിട്ട് ഈ ഗ്രീസ് ഇടുന്നതിന് മടിയും അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഗ്രീസ് ഇടുന്ന സംഭവം അങ്ങനെ ഒരു വർക്ക് ഉണ്ട് എന്ന് അറിയാതെ തന്നെ നിൽക്കുന്ന കുറേ ആളുകളുണ്ട്. ഇങ്ങനെ നെറ്റ് പോലും ഇവിടെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആളുകൾ പോലും ഉണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരും. ഇപ്പം ഇത് ഒരുപാട് കാലം ഉപയോഗിച്ച് ഇതെൻ്റെ കയ്യിൽ നിന്ന് സത്യം പറയുകയാണെങ്കിൽ ഇത് കംപ്ലയിൻ്റ് ആണ്. ഇത് കംപ്ലയിൻ്റുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ഊരിയ പിനിയന് ഇതിന് കംപ്ലയിൻ്റ് ഉണ്ട്. നമ്മൾ അഴിക്കുന്ന സമയത്ത് പിനിയന് കംപ്ലയിൻ്റ് ഇല്ല എന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത്. പക്ഷേ ഈ മെഷീൻ്റെ ഈ ഭാഗത്തായിട്ട് പൈപ്പ് പൊട്ടി കുടുങ്ങിയതിന് ശേഷം ഞാനത് ഒഴിവാക്കിയിട്ട് വേറെ വാങ്ങിയിട്ടേ ചെയ്തത്. വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എന്നോ ഒരു ദിവസം ഞാൻ ഇതിനുള്ളിൽ പൈപ്പ് സ്ക്രൂ ഡ്രൈവർ വെച്ച് കുത്തി ഇതൊക്കെ കളഞ്ഞിട്ട് പിന്നെ ഇത് മാറ്റി വെച്ചാണ്. പിന്നെ രണ്ടാമത് ഇത് അഴിച്ചിടാനൊന്നും ഞാൻ നിന്നിട്ടില്ല. ഇപ്പോൾ ഈ അഴിക്കുന്ന സമയത്ത് ഇതിനുള്ളിൽ പിനിയന് കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു, ചെറിയൊരു ഗ്രിപ്പ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് ഇപ്പോൾ വർക്ക് ചെയ്തത് കണ്ടോ സ്മൂത്തായിട്ട് കറങ്ങുന്നുണ്ട്. ഇതിൽ നിന്ന് ഊരിയെടുത്ത ഈ സർക്ലിപ്പ് ഇതേപോലെ തന്നെ ഇതിനുള്ളിലേക്ക് പിന്നെ ഹോൾഡ് ചെയ്ത് വെക്കുകയാണ് പിന്നെ വേണ്ടത്. ഇതേപോലെ എടുത്ത് ഈ ഹോളിൽ ഇതേപോലെ ഇങ്ങനെ ടൈറ്റാക്കി പിടിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അതിനുള്ളിലേക്ക് ഇറങ്ങിപ്പോവും. ഉണ്ടോ ഇതേപോലെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതിൽ നിന്ന് വിടുക. ഇത്രേ ഉള്ളൂ ഇതിൻ്റെ വർക്ക്. അപ്പം നേരത്തെ കുറേ ആളുകൾ വിളിച്ച് ചോദിച്ചു, ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടും വീണ്ടും അത് കാണുന്നില്ല കണ്ടില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ വീഡിയോ എന്നുള്ള ആ ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്ത എല്ലാ വീഡിയോസും ഒരേ സമയം വരും. ഈ പിനിയൻ സെറ്റിൽ ശരിക്കും 2 ബയറിംഗ് ഉണ്ടാവും. പഴയ മെഷീൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്ത വീഡിയോ ആണിത്.